ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. തമിഴിൽ കണ്ടിട്ടുള്ളത് നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ രാമേശ്വരം പോയിട്ട് വന്നിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നത്. ഓൾറെഡി ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ആക്ച്വലി വഴിപാട് എന്താണെന്ന് വെച്ചാൽ കെട്ടിയ താലി, അതായത് നമ്മൾ കെട്ടിയ താലി ഊരിൽ അവിടെ കുളത്തിൽ മുങ്ങിയിട്ട് നമ്മൾ അവിടെ പോയിട്ട് വീണ്ടും താലി കെട്ടുക. അതാണ് ഈ വഴിപാട്. ഇത്രയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ചാർട്ട്, ഒരു എഴുതിയൊരു പ്രൂഫ്, ഒരു സംഭവം ഇല്ല. നമുക്ക് ആരോടെങ്കിലും ചോദിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ആരോട് ചോദിച്ചപ്പോൾ സംഭവം അറിയില്ല, ആർക്കും എന്താണ് സംഭവം, എങ്ങനെയാണ്, എന്താണ് ഇനി പറയാമെന്ന് കൂടി അറിയില്ല. അപ്പോൾ നമ്മളെന്തായാലും പോയി. ഇതുപോലെ ഞാനൊരു യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കണ്ടിട്ട് തന്നെയാണ് കേട്ടോ പോയത്. അവരിതുപോലെ റീമാരേജ് ചെയ്തു, 2ാം വിവാഹം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടാണ് പേര് ഏകദേശം ഒരു ഐഡിയ കിട്ടിയത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ പിന്നെ എന്തായാലും ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ പോയി. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. സ്കിപ്പ് ചെയ്യാതെ കാണാം. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അറിയാത്ത കുറേ ആൾക്കാർക്ക് ഇത് യൂസ്ഫുൾ ആവും വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തത് തന്നെ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കണ്ടു നോക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. നമ്മൾ രാവിലെ 2:30-ക്കാണ് കേട്ടോ യാത്ര തുടങ്ങിയത്. ഇവിടുന്ന് 470 കിലോമീറ്ററാണ് രാമേശ്വരത്തേക്ക്. അപ്പോൾ അതിൽ നമ്മൾ മാപ്പിൽ നോക്കിയപ്പോൾ 9 മണിക്കൂറും 18 മിനിറ്റ് അങ്ങനെയാണ്. എന്നാലും നമ്മളൊരു റൗണ്ട് ചെയ്തിട്ട് ഒരു 10 hours കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോഴൊരു 11:30, 12 ആ സമയത്തേക്കാണ് നമ്മൾ എത്തുക. അപ്പോൾ നമ്മൾ വീട് വരുന്നത് കുന്നുകുളം അടുത്ത് വെള്ളിത്തിരുത്തി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോണതും ഇവിടുന്ന് തന്നെയാണ്. അപ്പോൾ വെള്ളിത്തിരുത്തിയിൽ നിന്ന് രാമേശ്വരം അങ്ങനെയാണ് നമ്മൾ മാപ്പിട്ട് പോയത്. അപ്പോൾ ഇവിടുന്ന് മൊത്തം 470 കിലോമീറ്ററാണ് രാമേശ്വരത്തേക്ക്. മാപ്പ് റെക്കോർഡ് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ എവിടുന്നാണ് പോണത്, എത്ര കിലോമീറ്റർ ഉണ്ട്, എത്ര മണിക്കൂറുണ്ടോ ഒക്കെ കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അറ്റാച്ച് ചെയ്തത്. പിന്നെ അതേപോലെ പോണ റൂട്ടും പിന്നെ മെയിൻ ടൗണ് അല്ലെങ്കിൽ മെയിൻ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കിതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം ഞങ്ങൾ പോകുമ്പോൾ കുറേ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് പോയത്. അപ്പോൾ അതുകൊണ്ടത് അറിയാത്തവർക്ക് ഹെൽപ്ഫുള്ളാവുമെന്ന് വിചാരിച്ചിട്ടാണ് അതും കൂടി അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പോണ റൂട്ട് നമ്മൾ പാലക്കാട് നാഷണൽ ഹൈവേ ആലത്തൂർ പാലക്കാട് വഴിയാണ് കേട്ടോ നമ്മൾ പോണത്. ആലത്തൂർ, പാലക്കാട്, പൊള്ളാച്ചി, ഡിണ്ടിഗൽ, മധുരൈ, പിന്നെ നമ്മൾ പാമ്പം അങ്ങനെയാണ് നമ്മൾ മെയിൻ ഇതിലെ റൂട്ട് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇറങ്ങിയ ടൈമിങ് അത്ര സ്യൂട്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇവിടുന്ന് ഒരു 10 hours എങ്കിലും നമുക്ക് ട്രാവലിങ് വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ പുലർച്ചെ ഇപ്പോൾ 2:30-ക്ക് ഇറങ്ങിയാലും അവിടെ എത്താൻ ഒരു ഏകദേശം 12 മണി. പക്ഷെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ലഞ്ച് കഴിക്കാനും ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ എത്തിയത് ഏകദേശം 12:15, 12:30യുടെ ഉള്ളിലാണ് നമ്മൾ റൂമിലെത്തിയത്. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാൽ, നമുക്ക് രാവിലത്തെ തൊഴാനുള്ള ടൈമിംഗ് എന്ന് പറയുന്നത് മോർണിംഗ് 5 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ്. അപ്പോൾ നമ്മൾ എത്ര സ്പീഡായിട്ട് നമ്മൾ ഫ്രഷ് ആവാൻ നോക്കിയാലും നമ്മൾ 12:30-ക്ക് എത്തിയ കാരണം എല്ലാവരും കൂടി ഫ്രഷായിട്ട് എത്താൻ പറ്റില്ല. നമുക്ക് പിന്നെ വഴിപാടും കൂടിയുള്ള കാരണം എന്തായാലും നോക്കി കഴിഞ്ഞാൽ എത്തില്ല. അപ്പോൾ നമ്മൾ പിന്നെ ഈവനിങ് ആണ് പോയത്. ഈവനിങ് 3 മണി തൊട്ടിട്ട് 6 മണി വരെയാണ് ഞങ്ങൾക്കുള്ള വഴിപാട് ചെയ്യാൻ പറ്റുക. പക്ഷെ തൊഴാനുള്ള ടൈമിംഗ് എന്ന് പറയുന്നത് 3 മണി തൊട്ടിട്ട് 9 മണി വരെ നമുക്ക് തൊഴാൻ പറ്റും. പക്ഷെ നമുക്ക് വഴിപാടുള്ള കാരണം 6 മണി വരെ ഉള്ളൂ. അപ്പോൾ നമുക്ക് മോർണിംഗ് ടൈം, അതായത് ഉച്ചവരെയുള്ള ആ സമയത്ത് നമുക്ക് എന്തായാലും തൊഴാൻ പോകാൻ പറ്റിയില്ല. ഞങ്ങൾ ഈവനിങ് ആണ് പോയത്. അപ്പം നമ്മൾ റൂമിലവിടെ എത്തിയിട്ട് പിന്നെ ഫ്രഷായി, പിന്നെ ഫുഡ് കഴിച്ചു. ഒരു അരമണിക്കൂർ തന്നെ റെസ്റ്റ് ചെയ്ത് പോകണ വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ. നമ്മൾ ഈ തമിഴ്നാട് സ്റ്റേറ്റിൽ കയറി കഴിഞ്ഞ് ഫസ്റ്റ് തന്നെ നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്നത് വിൻമില്ലാണ് കേട്ടോ. ഫുള്ളൊരു എത്ര കിലോമീറ്റർ ആണെന്ന് പറയാൻ എനിക്കറിയില്ല. ഒരുവിധം സ്ഥലം മുഴുവൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഈ വിൻമില്ലാണ് കേട്ടോ. എവിടെ നോക്കിയാലും നമുക്ക്
ഈ വിൻമില്ലാണ് കാണാൻ പറ്റുന്നത്. നമ്മുടെ ഇവിടുത്തെ പോലെ കുറേ ബിൽഡിങ്ങോ ഹോസ്പിറ്റലോ സ്കൂളോ വീടുകളോ ഒന്നും നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. നമ്മളീ പോണ ഈ മെയിൻ ഹൈവേ തന്നെയാണ്, പക്ഷെ അവിടെ ഒന്നും നമുക്ക് ഇവിടുത്തെ പോലെ നമുക്കൊരു ആളനക്കം എന്നൊക്കെ പറയില്ല, അതേപോലെ ഒരു വീടുകളോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നൈറ്റ് ട്രാവലിങ്, അതായത് രാത്രി നമ്മൾ ഈ വഴിക്കൂടൊക്കെ പോകാൻ നല്ലോണം ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ പുലർച്ചെ തന്നെ ഇറങ്ങാൻ കാരണം ഉണ്ടായത് അതുകൊണ്ടാണ്. രാത്രി പോകണ്ട, നമ്മൾ ഫാമിലി ആയിട്ട് പോകണമെന്നല്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അവിടെയൊക്കെ ഭയങ്കര റിസ്ക്കാണ് ആ വഴിയിലൂടെയൊക്കെ പോകുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ മോർണിംഗ് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഇത് പാമ്പം പാലം നമ്മൾ വെറുതെ നിർത്തിയതാട്ടോ, പോണ വഴിക്ക് വെറുതെ ഒന്ന് ഇറങ്ങിയതാണ്. പിന്നെ വീഡിയോ ശരിക്കും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം നല്ല കാറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് തീരെ ക്ലിയറും ഇല്ല കേട്ടോ. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നുമല്ല, നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. വെള്ളത്തിൻ്റെ കളറായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ നമ്മളൊരു 12:15 ആയപ്പോൾ റൂമിലെത്തി കേട്ടോ. റൂമിലത്തെ ഞാൻ ഒന്നും വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം നല്ല ടയേർഡായി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അധികം ടൈമും ഇല്ല. അവിടെ സംസാരിച്ചപ്പോഴാണ് ഇനിയിപ്പോൾ നമുക്ക് 3 മണിക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേഗം ഫ്രഷായി വേഗം ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ തന്നെയാണ് നമ്മൾ ഇറങ്ങിയത്. റൂം എടുത്തിട്ടുള്ളതും അമ്പലത്തിൻ്റെ കുറച്ചടുത്ത് തന്നെയാണ് നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു 3 മണി ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഇതാണ് എൻട്രൻസ്, തൊഴാനുള്ള എൻട്രൻസ് ആണെന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് വഴിപാടുള്ള കാരണം നമുക്ക് വേറെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെയാണ് നമുക്ക് കയറാനുണ്ടായിരുന്നത്. അതായത് നമ്മൾ കുളിച്ച് ശുദ്ധമായിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സമുദ്രതീരത്തിൻ്റെ ആ ഭാഗത്ത് പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ ആ സൈഡിൽ നിന്നാണ് നമ്മൾ കുളിച്ച് ഈ 22 തീർത്ഥ കിണറുകളിൽ നിന്ന് നമ്മൾ കുളിച്ചിട്ടാണ് നമ്മൾ കാണുന്നതാണ് അഗ്നിതീർത്ഥം, അതായത് കടൽ തീരം. ഇവിടെ നിന്നാണ് നമ്മൾ കുളിച്ച് ശുദ്ധിയായിട്ട് ഇവിടെ നമ്മൾ കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പാപങ്ങളും ഒഴുകിപ്പോവും. അങ്ങനെയൊക്കെയാണ് ഐതിഹ്യങ്ങൾ, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് 3 പ്രാവശ്യം മുങ്ങിയിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. ഇവിടെ നമ്മൾ വന്നിട്ട് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു കേട്ടോ. എങ്ങനെ ഇത് മുങ്ങി കുളിച്ചിട്ടാണോ പോകേണ്ടത്, നമുക്ക് ഈ വഴിപാടുള്ള കാരണം അകത്തുനിന്ന് തന്നെയാണോ മറ്റേ കിണറ്റിൽ നിന്ന് വെള്ളം കുരി ഒഴിച്ചിട്ടാണോ എങ്ങനെയാണെന്ന് അറിയണ്ടായിരുന്നില്ല. ഇത് നമ്മൾ അവിടെ എത്തിയാൽ തന്നെ നമ്മുടെ പിന്നാലെ ഇഷ്ടം പോലെ ആൾക്കാർ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞത്. അതായത് നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് പിന്നാലെ വരും. പക്ഷേ അവരൊക്കെ നല്ല റേറ്റാണ് പറയുക. അങ്ങനെ നമ്മൾ ഒരാളെ കണ്ട് സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞു തന്നു, കൃത്യമായിട്ട് പറഞ്ഞു തന്നു. അതായത് ഞങ്ങൾക്ക് ഈ താലി കെട്ടാനുള്ള വഴിപാടുള്ള കാരണം, അതായത് അതിൻ്റെ കൂടെ ദമ്പതി സ്നാനം കൂടി ഉണ്ട്. അപ്പോൾ അത് ചെയ്യാനുള്ള കാരണം നമ്മൾ ഒരുമിച്ച് ഇതേപോലെ ആ തോർത്ത് നമ്മൾ തോളിലിട്ടിട്ട് നമ്മൾ 2 പേരും കൂടിയിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് അത് ഊരാൻ പാടില്ല. അത് ഈ വഴിപാട് കഴിഞ്ഞതിന് ശേഷം, അതായത് ആ ദമ്പതി സ്നാനം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് ഊരിയെടുക്കാൻ പാടുള്ളൂ. അതുവരെ നമ്മൾ ഒന്നിച്ച് വേണം ഇങ്ങനെ മുങ്ങാനും അകത്ത് പോയിട്ട് ആ സ്നാനം ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ കയറി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ 22 തീർത്ഥ കിണറിന്ന്. അപ്പോൾ നമുക്ക് ഒഴിച്ചു തരുന്ന ആളാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ അവർ നമ്മുടെ ഒപ്പം ഉണ്ടാവും, അവർ തന്നെയാണ് നമുക്ക് വെള്ളം ഒഴിച്ചു തരുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വഴിപാടുള്ള കാരണം നമുക്ക് 2 പേർക്കും കൂടിയിട്ട് 3 ബക്കറ്റ് വെള്ളമാണ് ഓരോ കിണറ്റിൽ നിന്നും, അതായത് 22 കിണറ്റിൽ നിന്ന്. അപ്പോൾ 66 ബക്കറ്റ് വെള്ളം കൊണ്ട് നമ്മൾ ശുദ്ധിയായിട്ട് വേണം നമുക്ക് അകത്ത് കയറി തൊഴാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവർക്ക് ഓരോ ബക്കറ്റ് വെള്ളം മാത്രമേ ഒഴിക്കുള്ളൂ. പിന്നെ അതേപോലെ നമുക്ക് ഒരു ക്യാനോ ഒക്കെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ തീർത്ഥങ്ങൾ ഓരോ കിണറ്റിൽ നിന്നും ഈ തീർത്ഥങ്ങൾ ശേഖരിച്ച് നമുക്ക് വീട്ടിൽ നല്ലതാണ് കിണറ്റിലോ നമ്മൾ ക്യാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു തരുന്നതിൻ്റെ ഒപ്പം തന്നെ ലാസ്റ്റ് ആ ക്യാനിലേക്കും അവർ വെള്ളം ഒഴിച്ചു തരും. അപ്പോൾ നമ്മളത് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് കിണറ്റിലൊഴിക്കുക.
വീഡിയോ എടുക്കണത് ഒരു ടാസ്ക്കായിരുന്നു കേട്ടോ. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾ ഈ വഴിപാട് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കണം, അതൊരു ഓർമ്മയാണല്ലോ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ വീഡിയോ എടുക്കണത് അമ്മയാണ് വീഡിയോ എടുത്തിരുന്നത്. പക്ഷെ അവർക്കും ഈ തലയിൽ കൂടെ വെള്ളം ഒഴിക്കണ കാരണം വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറേ എടുക്കാൻ നോക്കി, പിന്നെ അവസാനം ഞങ്ങൾ പറഞ്ഞു എടുക്കണ്ട, വേണ്ട, കാരണം ഫോണിൽ മുഴുവൻ വെള്ളമാവുകയാണ്. അങ്ങനെ ദമ്പതിസ്നാനമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചേഞ്ചിങ് റൂമിൽ പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വേണം അകത്ത് പോയിട്ട് തൊഴാൻ വേണ്ടിയിട്ട്. ഓൾറെഡി നമ്മൾ താലി ചരടിലാക്കിയിട്ട് നമ്മൾ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ കെട്ടാൻ വേണ്ടിയിട്ട് അകത്ത് കയറിയിട്ട് ഒരു ആചാര്യരുണ്ട് കേട്ടോ. അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് താലി കെട്ടേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. അത് കഴിഞ്ഞ് അകത്തേക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. പിന്നെ നമ്മൾ താലിയൊക്കെ കെട്ടിയതിന് ശേഷം പിന്നെ പുറത്തിറങ്ങിയിട്ടാണ് നമ്മൾ ഫോട്ടോ എടുത്തത്. ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു അവിടെ. പിന്നെ ആ ദമ്പതി സ്നാനത്തിൻ്റെ സമയത്തിനൊരു വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഭയങ്കര വിറ്റായിരുന്നു. കാരണം കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടാകുന്നത്. പിന്നെ ഞങ്ങൾ തന്നെ നിർത്തി. 5 മണി വരെയാണ് അവിടുത്തെ ടൈമിങ്. അപ്പോൾ നമുക്ക് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 6:30 അമ്പലത്തിൻ്റെ ഉടന്ന്. അപ്പോൾ പിന്നെ എന്തെങ്കിലും പോകാൻ പറ്റില്ലായിരുന്നു, ധനുഷ്കോടി കാണാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ അപ്പം തന്നെ തിരിച്ചു ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഇത്രയുള്ളത് രാമേശ്വരം ട്രിപ്പിൻ്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ സംസാരിച്ച് ഞാൻ ബോറടിപ്പിച്ചില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. അതിലേക്കും ബൈ ബൈ.